പക്ഷെ ഇതൊരു അവസരമായി നമ്മുടെ കളങ്കവും ഏശിയിട്ടില്ലാത്ത ഒരു വ്യക്തിത്വം സ്വീകരിക്കുന്നു. എന്താണ് അനുഭവം? ഇപ്പോൾ പൊതുവിൽ നല്ല സ്വീകാര്യത സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ തോതിലുള്ള നിരാശ വന്നിരിക്കുകയാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്തെ യാഥാർത്ഥ്യങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. LDFന് ജനങ്ങളിലുള്ള സ്വീകാര്യത അതവർ മനസ്സിലാക്കുന്നുണ്ട്. സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നപ്പോ ഉണ്ടായ നല്ല സ്വീകാര്യത അവരെ വല്ലാതെ വേവലാതിയിലാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നപ്പോ ഏത് രീതിയിലും 4 വോട്ട് സമ്പാദിക്കുക, അതിനാരുമായും കൂട്ടുകൂടാ, ആ ഒരു നിലയിലേക്ക് അവര് മാറിയിരിക്കുന്നു. അതിന്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ നേരത്തെ മുതൽ അകറ്റി നിർത്തുന്ന ചില വിഭാഗങ്ങളുണ്ട്. സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അവരെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളത് കൊണ്ട് തന്നെ അവരെ പൂർണ്ണമായി അകറ്റി നിർത്താൻ എല്ലാ കാലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത്തരം ശക്തികളെ ഇപ്പോ അകറ്റി നിർത്തുകയല്ല വേണ്ടത്, തങ്ങളുടെ കൂടെ ചേർത്ത് 4 വോട്ട് കൂടി സമ്പാദിക്കാൻ കഴിയുമോ എന്നാണ് നോക്കേണ്ടത് എന്ന തരംതാണ നിലയിലേക്ക് UDFും പ്രത്യേകിച്ച് കോൺഗ്രസും എത്തി എന്നാണ് കാണാൻ കഴിയുന്നത്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി എന്താണ് എന്നത് ഇപ്പോൾ ചർച്ചാ വിഷയമാക്കേണ്ട ഒരു കാര്യം മാത്രമല്ല. നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടതും വ്യക്തത വരുത്തിയതും അടിസ്ഥാന നിലപാടുകൾ പൊതുവെ നമ്മുടെ സമൂഹം സ്വീകരിച്ചതുമാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് അവർക്ക് പുതിയ മാനങ്ങൾ ചാർത്താൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. ജമാഅത്തെ ഇസ്ലാമി വലിയ തോതിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഘട്ടം അവരുടെ സ്വീകാര്യത മറ്റു തരത്തിൽ നേടുന്നതിനു വേണ്ടി അവർ ഒട്ടേറെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ടാണ് അവരുടെ ആശയ പ്രചരണത്തിനും തങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിനും ഒരു പത്രം വേണമെന്ന് അവർ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് മാധ്യമം എന്ന ദിനപത്രം കേരളത്തിൽ ആരംഭിക്കുന്നത്. ആ മാധ്യമ ദിനപത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ തങ്ങളെ അംഗീകരിക്കാത്ത, തങ്ങളെ അകറ്റി നിർത്തുന്ന വിവിധ വിഭാഗം ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. അതിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് അവരെ അകറ്റി നിർത്തുന്നതിന് നേതൃത്വം കൊടുത്ത ചിലരെ ഈ പരിപാടിക്ക് ക്ഷണിക്കുന്നതിനിടയുണ്ടായി. ഈ സ്ഥാനാർത്ഥി വളരെ അകലെ നിർത്തിയിരിക്കുകയാണ്.
അപ്പൊ അയാൾ ഇവിടെ എത്തുന്നവരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പ്രസംഗിക്കുന്നത് അത് തൽക്കാലം നിർത്താന്നാണ് തോന്നുന്നത്. അത് വരട്ടെ അദ്ദേഹം ഇങ്ങോട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അവരെ സ്വീകരിക്കാത്ത, അവരെ അടുപ്പിക്കാത്ത, അവരുമായി വലിയ അകൽച്ച പാലിക്കുന്ന പലരെയും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു. ആ കൂട്ടത്തിൽ ഒരാള് അന്നത്തെ പാണക്കാട്ട് തങ്ങളായിരുന്നു. ഇപ്പോ ലീഗുകാരൊന്ന് ആലോചിക്കുന്ന നല്ലതാണ്, എന്തുകൊണ്ടാണ് ആ പരിപാടിയിൽ പാണക്കാട്ട് തങ്ങൾ പങ്കെടുക്കാതിരുന്നത് എന്ന്. അതായിരുന്നു അവരോടുള്ള സമീപനം. ഇത് ആ ഘട്ടത്തിൽ മാത്രമല്ല, പിന്നീട് നമ്മുടെ മാധ്യമം ദൃശ്യമാധ്യമമായി മാറി. ദൃശ്യമാധ്യമമായി മാറിയപ്പോൾ അതിന്റെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനും പാണക്കാട് തങ്ങളെ ക്ഷണിച്ചു. ആദ്യത്തത് ശിഹാബ് തങ്ങളായിരുന്നുവെങ്കിൽ പിന്നത്തത് ഹൈദരലി തങ്ങളാണെന്നാണ് എൻ്റെ ഓർമ്മ. പങ്കെടുത്തോ? ലീഗുകാരെ ആലോചിക്കണം, എന്തുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത്? എന്ത് മാറ്റമാണ് ആ കാലത്തിൽ നിന്ന് ഇപ്പോഴത്തേക്ക് ജമാഅത്തെ ഇസ്ലാമിക്ക് വന്നിട്ടുള്ളത്? അതും ഇത്തരം കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണല്ലോ. ഞങ്ങൾക്ക് കുറച്ച് വോട്ട് വേണം, അത് ഇവരുമായി സഹകരിച്ചാൽ കുറച്ച് വോട്ട് കിട്ടും. അങ്ങനൊരു അവസരവാദപരമായ നിലപാടാണോ സ്വീകരിച്ചു പോകേണ്ടത്? തീർത്തും സമൂഹത്തിന് നിരക്കാത്തൊരു നിലപാടല്ലേ അത്. സമൂഹത്തിന് ഏതെങ്കിലും ഗുണം അതിന്റെ ഭാഗമായി ഉണ്ടാകും. ഇവിടെ കോൺഗ്രസിൽ തീരുമാനമെടുക്കാനുള്ള വിഭാഗമാണ് ഇവരെ സഹകരിപ്പിക്കാൻ തീരുമാനിച്ചത്. സാധാരണ നിലക്ക് കോൺഗ്രസ്സുകാര് ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് അറിയാത്തവരല്ല. അത് പൊതുവിൽ അവർ ചിന്തിക്കേണ്ട കാര്യമാണ്. ലീഗ് നേരത്തെ മുതൽ എടുത്തു വന്ന നിലപാടിൽ നിന്ന് മാറുന്നതിന് എന്ത് സാഹചര്യമാണ് ഉണ്ടായത്? കഴിഞ്ഞ 9 വർഷമായി തങ്ങൾ അധികാരത്തിലില്ല. അപ്പൊ എങ്ങനെയെങ്കിലും 4 വോട്ട് വർദ്ധിക്കണം, അതിനെ ആരെയും കൂട്ടുപിടിക്കാം എന്ന നിലപാടാണ്. ഇവിടെ ഞങ്ങൾക്കൊന്നേ പറയാനുണ്ട്, LDF-ന് തെളിമയാർന്ന രാഷ്ട്രീയം മാത്രമേ മുന്നോട്ട് വെക്കാനുള്ളൂ. ഒരു വിഘടന ശക്തിയുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ നാടിന്റെ മതനിരപേക്ഷത കൂടുതൽ ശക്തിപ്പെടുത്തുക, അതിനുതകുന്ന സമീപനം സ്വീകരിക്കുന്ന ആളുകളുടെ പിന്തുണയാണ് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഈ നില സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ശരിയായ രാഷ്ട്രീയ പോരാട്ടം എന്ന നിലയിൽ തന്നെ സഖാവ് സ്വരാജിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തെ അനുഭവം നല്ലതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും ഉള്ളതാണ്. ഞാനതിൻ്റെ വളരെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോ കടന്നു പോകുന്നില്ല. പക്ഷേ നാം കാണേണ്ടത്, ഈ നാടിന് വന്ന മാറ്റം
അത് നമ്മുടെ കൺമുന്നിലുള്ളതാണല്ലോ. നമ്മുടെ റോഡുകള്, പാലങ്ങള്, ഫ്ലൈ ഓവറുകള്, ഓവർബ്രിഡ്ജുകള്, സ്കൂളുകള്, ആശുപത്രി കെട്ടിടങ്ങള്, വിവിധ രീതിയിലുള്ള പദ്ധതികള്, ഇതെല്ലാം നമുക്ക് സാധിച്ചത് LDF സർക്കാർ 2016 കൊണ്ടുവന്ന കിഫ്ബി എന്ന സംവിധാനത്തിലൂടെയാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ സാധാരണ നിലക്കുള്ള വികസന പ്രവർത്തനത്തിന് പുറമെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞപ്പോഴാണ് കേരളമാകെ വലിയ തോതിലുള്ള വികസനം യാഥാർത്ഥ്യമായി. കിഫ്ബിയിലൂടെ 90,000 കോടിയോളം രൂപയുടെ വികസന പദ്ധതികളാണ് ഈ 9 വർഷം കൊണ്ട് നമ്മൾ ഏറ്റെടുത്തത്. നമ്മുടെ പ്രധാനപ്പെട്ട 7 വൻകിട പദ്ധതികൾ, ആ 7 വൻകിട പദ്ധതികൾക്ക് 20,000 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഭൂമി ഏറ്റെടുക്കുന്നത്. എല്ലാവർക്കും ഇതിനകം മനസ്സിലായിട്ടുള്ള കാര്യമാണ്, ദേശീയപാതയുടെ വികസനത്തിന് നമ്മൾ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ 25% നൽകണം എന്ന് പറഞ്ഞപ്പോ അതിന്റെ ഭാഗമായി 5,600 കോടി രൂപയാണ് നമുക്ക് നൽകേണ്ടി വന്നത്. ഇതെല്ലാം നമ്മുടെ നാടിന്റെ സ്വപ്നം നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കുക, ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനാണ് സഹായിച്ചിട്ടുള്ളത്. ഇപ്പോ വിഴിഞ്ഞം കേരളത്തിലെ ഏറ്റവും വലിയ പോർട്ടല്ല, രാജ്യത്തെ വലിയ പോർട്ടാണ്. ലോകത്തെ അപൂർവം വലിയ പോർട്ടുകളിൽ ഒന്നാണ്. ഇപ്പോ ആ വിഴിഞ്ഞം പോർട്ടിന്റെ കമേഴ്സ്യൽ പ്രവർത്തനം 2024 തന്നെ ആരംഭിക്കാൻ നമുക്ക് കഴിയും. നേരത്തെ UDF കാലത്തുണ്ടാക്കിയ കരാർ അനുസരിച്ച് 2045 തുറന്നുള്ള ഘട്ടങ്ങളെല്ലാം പൂർത്തിയാകേണ്ടത്. ഇവിടെ അവരുമായി അടക്കം ചർച്ച നടത്തി LDF സർക്കാർ നല്ല രീതിയിൽ ഇടപെട്ടതിന്റെ ഭാഗമായി നിശ്ചയിച്ചതിലും 17 വർഷം മുൻപ്, അതായത് 2045 പകരം 2028 എല്ലാ ഘട്ടങ്ങളും പൂർത്തീകരിക്കാനാവുമെന്നാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസന കാര്യങ്ങളിൽ UDF ഉപേക്ഷിച്ച നാഷണൽ ഹൈവേ, ഗെയിൽ പൈപ്പ് ലൈൻ, നമ്മുടെ എടമൺ കൊച്ചി പവർ ഹൈവേ, ഇതെല്ലാം LDF സർക്കാർ നല്ല രീതിയിൽ ഇടപെടുകയും നാഷണൽ ഹൈവേ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു, മറ്റത് രണ്ടും പൂർത്തീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ കേരളത്തിൽ വിവിധ മേഖലയിൽ വലിയ തോതിലുള്ള വികസനം കൊണ്ടുവരാനുള്ള നടപടികളാണ് നാം സ്വീകരിക്കുന്നത്. അതിലൊന്നാണ് കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി. ഇത് വലിയ തോതിൽ നമ്മുടെ നാടിന്റെ വ്യവസായ കുതിപ്പിന് സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്ന IT വികസനം, അതിന്റെ ഭാഗമായി പുതിയ IT പാർക്കുകൾ കേരളത്തിൽ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ
നാഷണൽ ഹൈവേയോടനുബന്ധിച്ച് IT കോറിഡോർ, ഇപ്പോഴുള്ള IT പാർക്കുകളിൽ ഇനി അധികം സ്ഥലം ഒഴിവില്ല. ഉള്ള സ്ഥലം പൂർണ്ണമായി ഉപയോഗപ്പെടുത്താനും പുതുതായി IT വികസനം നല്ല രീതിയിൽ കൊണ്ടുവരാനുമുള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് 2 ഹൈവേകൾ, ഒന്ന് മലയോര ഹൈവേ, മറ്റൊന്ന് തീരദേശ ഹൈവേ. ആ രണ്ടിനും വേണ്ടി 10,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജലപാത, തിരുവനന്തപുരം കോവളത്ത് നിന്ന് കാസർഗോഡ് ബേക്കൽ വരെ നീളുന്ന ജലപാത, ആ ജലപാത വലിയ തോതിൽ നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന കാര്യമാണ്. ഏതാനും മാസങ്ങൾ കൊണ്ട് അതിൻ്റെ നല്ലൊരു ഭാഗം പൂർത്തിയാക്കി ബോട്ടുകൾ അതിലൂടെ സഞ്ചരിക്കാൻ കഴിയുമെന്ന നിലയാണുള്ളത്. ഇതോടൊപ്പം വയനാടുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് അവിടുത്തെ യാത്രാ ദുരിതം പരിഹരിക്കുന്നതിനായി ഒരു തുരങ്കപാത, അതുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലിയറൻസുകളുമായി ഇനി അതിൻ്റെ നടപടികളിലേക്ക് കടക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ ഇന്റർനെറ്റ് ഒരു അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ്. അതിന് സഹായകമാകും വിധം K-ഫോൺ നമ്മുടെ സംസ്ഥാനത്ത് പ്രാവർത്തികമായിരിക്കുന്നു. എല്ലായിടങ്ങളിലും കണക്ഷൻ കൊടുക്കുന്ന നില വന്നിരിക്കുന്നു. ഇതോടൊപ്പം കൊച്ചി വാട്ടർ മെട്രോ നമ്മുടെ സംസ്ഥാനത്തിന്റെ മാത്രമായിട്ടുള്ള ഒന്നാണ്. എന്നാൽ രാജ്യം അത് ഒരു മാതൃകയായി കാണുന്നു. അതിനെ സ്വീകരിച്ച് അവിടങ്ങളിലെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പാക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു. നാം നമ്മുടെ കേരളത്തില് ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആരംഭിച്ചു. രാജ്യത്തെ ആദ്യത്തെ സംരംഭമാണത്. അതേപോലെ തന്നെ ഡിജിറ്റൽ സയൻസ് പാർക്ക്, അതും രാജ്യത്തെ ആദ്യത്തേതാണ്. നമ്മുടെ മുഖച്ഛായ മാറ്റുന്ന ഒട്ടേറെ ഇടപെടലുകളാണ് ഈ ഘട്ടത്തിൽ LDF-ന് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനം അടച്ചുപൂട്ടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളോട് സ്വീകരിക്കുന്ന സമീപനം എന്ത് എന്ന് വ്യക്തമാക്കുന്നതാണ് HNL-ന്റെ കാര്യത്തിൽ നാം സ്വീകരിച്ച നടപടി. അവിടെ ഭൂമി ഏറ്റെടുക്കുന്നതിന് 201 കോടി രൂപയാണ് നാം ചെലവഴിച്ചത്. നല്ല രീതിയിൽ ആ ഫാക്ടറിയുടെ പ്രവർത്തനം ഇപ്പോൾ നടക്കുകയാണ്. അതിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ പിന്തുണയും സർക്കാർ നൽകി വരികയാണ്. നമ്മുടെ കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിക്ക് പുറമെ എറണാകുളത്ത് ഒരു ഗിഫ്റ്റ് സിറ്റി നടപ്പാക്കാനുള്ള നടപടികളും സർക്കാർ സ്വീകരിച്ചു വരികയാണ്. 1710 ഏക്കർ ഭൂമിയാണ് അതിനുവേണ്ടി ഏറ്റെടുത്തിട്ടുള്ളത്. അവിടെ 1790 കോടി രൂപ ഇതിനായി ചെലവഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ മാറ്റങ്ങൾ പരിശോധിച്ചാൽ 223 റോഡുകൾ, 91 പാലങ്ങൾ, 57 റെയിൽവേ പാലങ്ങൾ, 15 ഫ്ലൈ ഓവറുകൾ, ഒരു അടിപ്പാത, ഇതിനെല്ലാം 18,445 കോടി രൂപയാണ് നാം ചെലവഴിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ മുഖച്ഛായ മാറുന്നതിന് സഹായകമായ നടപടികളാണിത്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ തോതിലുള്ള ഇടപെടലുകളാണ് നാം നടത്തിയത്. ഇവിടെ കിഫ്ബിയുടെയും നമ്മുടെ ബജറ്റിന്റെയും എല്ലാം പിന്തുണയോടെ 5,000 കോടി രൂപയാണ്
ആ രംഗത്ത് ചെലവഴിച്ചത്. 45,000 ക്ലാസ് മുറികള്, 11,257 സ്കൂൾ ലാബുകള്, ഇതെല്ലാം ഹൈടെക്കായി മാറിയിട്ടുണ്ട്. 860 സ്കൂൾ കെട്ടിടങ്ങള് ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 268 പൂർത്തിയായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം വലിയ തോതിൽ തകർന്നു പോയതായിരുന്നു 2016. ഇനി തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്നായിരുന്നു പലരും കണക്കാക്കിയത്. പക്ഷേ 2016 ഗവൺമെന്റ് വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കി. നേരത്തെ 5 ലക്ഷം വിദ്യാർത്ഥികൾ ഒഴിഞ്ഞുപോയ സ്ഥാനത്ത് 10 ലക്ഷം വിദ്യാർത്ഥികൾ പുതുതായി വന്നു ചേരുന്ന നില ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സംഭവിച്ചത് നമ്മൾ കണ്ടു. ഇപ്പോൾ ആർക്കും നമ്മുടെ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗം തകർന്നു പോകുമെന്ന ആശങ്കയില്ല. ലോകത്തെ അത്യുന്നത അക്കാദമിക് മികവുള്ള പ്രദേശങ്ങളോട് കിടപിടിക്കത്തക്ക രീതിയിൽ കേരളമാകെ ഉയർന്നു വരാനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. ഇവിടെ വൈദ്യുതിയുടെ പ്രസരണ വിതരണ സംവിധാനങ്ങൾ ശാക്തീകരിക്കാൻ ട്രാൻസ്ഗ്രിഡ് പദ്ധതി നല്ല രീതിയിൽ നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വയനാട് തുരങ്കപാതക്ക് 2,135 കോടി രൂപയാണ് വേണ്ടിവരിക. അത് മാറ്റിവെക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ സയൻസ് പാർക്കിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. 1,515 കോടി രൂപയാണ് അതിന് ചെലവിട്ടത്. നമ്മുടെ രാജ്യത്ത് ആദ്യത്തേതെന്ന് പറയാവുന്ന ഇന്ത്യ ഇന്നൊവേഷൻ സെന്റർ ഫോർ ഗ്രഫീൻ, അത്തരമൊരു സെന്റർ ആരംഭിക്കുന്നതിന് 86 കോടി രൂപ നാം നീക്കിവെച്ചിട്ടുണ്ട്. ഗ്രഫീൻ പൈലറ്റ് പ്രൊഡക്ഷൻ ഫെസിലിറ്റി, അതിനുവേണ്ടി 237 കോടി രൂപയും മാറ്റിവെച്ചിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിലുള്ള വികസന സാധ്യതകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം വന്നപ്പോ അതിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരവുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് 6,000 കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കാനാണ് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ നാടിന്റെ വികസനത്തിന് വഴിവെക്കുന്ന ഒന്നായിരിക്കും അത്. ഇതെല്ലാം നമ്മുടെ നാടിന് പുതിയൊരു മുഖം നൽകുന്നതിനിടയാക്കിയിരിക്കുകയാണ്. അതേസമയം നമ്മുടെ നാടിന്റെ പാവപ്പെട്ടവർ, അവരോടുള്ള സമീപനം അതാണ് വരുന്ന നവംബർ 1 കേരളത്തിൽ ഒരു അതിദരിദ്ര കുടുംബവും ഇല്ലാതിരിക്കുക എന്ന നിലയിൽ കാര്യങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നവംബർ 1 ഇന്ത്യ രാജ്യത്ത് പൂർണ്ണമായും അതിദരിദ്ര മുക്ത സംസ്ഥാനമായി കേരളം മാറി എന്ന് പ്രഖ്യാപിക്കാൻ ഉള്ള തയ്യാറെടുപ്പാണ് കേരളത്തിലാകെ നടന്നു വരുന്നത്. ഇവിടെ നാം കാണേണ്ടത് ഇത്തരമൊരു നില കേരളത്തിനല്ലാതെ മറ്റേതെങ്കിലും സംസ്ഥാനത്തിന് സ്വീകരിക്കാൻ കഴിയുമോ? മറ്റേതെങ്കിലും സംസ്ഥാനത്തിന് അത്തരമൊരു ആലോചനയുണ്ടോ? അവിടെയാണ് LDFും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. LDFന് പാവപ്പെട്ടവരോട് പ്രതിബദ്ധതയുണ്ട്, ഈ സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ട്. അതിന്റെ ഭാഗമായാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ എല്ലാ കാലത്തും LDF കണ്ടതും വർദ്ധിപ്പിച്ചതും. പണ്ട് 45 രൂപയിൽ നിന്നാണല്ലോ തുടക്കം.
ആ 45 രൂപയുടെ പെൻഷൻ കൊടുക്കുമ്പോ അന്ന് അതിനെ ശക്തമായി എതിർക്കുന്ന കൂട്ടത്തിലായിരുന്നു കോൺഗ്രസ്. അതിനുശേഷം വന്ന UDF ഗവൺമെന്റ് ആ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. പിന്നീട് LDF ഗവൺമെന്റ് വന്നപ്പോഴാണ് അതിനെ ചെറിയ വർധനവ്, അക്കാലത്ത് 45-ൽ നിന്ന് 60-ലേക്കുള്ള വർധനവ് വരുന്നത്. ഇതിനിടയിലെ പല ഘട്ടങ്ങളിലായിട്ട് UDF ഗവൺമെന്റ് വരുന്നുണ്ടല്ലോ. ആ ഒരു ഗവൺമെന്റും 2011 വരെ ഒരു പൈസ വർദ്ധിപ്പിച്ചില്ല. ഇടക്ക് അധികാരത്തിൽ വന്ന LDF സർക്കാരാണ് 45, 60, 90, പിന്നീട് അതിലുള്ള വർധനവും അങ്ങനെ 500 രൂപയിലേക്കടക്കം എത്തിക്കുന്നത് LDF സർക്കാരാണ്. 2011 മുതൽ 500 രൂപയാണ് നൽകേണ്ടിയിരുന്നത്. 2011-16 കാലത്ത് അധികാരത്തിലിരുന്ന UDF സർക്കാർ ഒരു സമീപനം എടുത്തു. 100 രൂപ അധികം കൊടുക്കുന്നു എന്ന് പറഞ്ഞു. 500, 600 ആക്കി. പക്ഷെ പറഞ്ഞതേ ഉള്ളൂ, ആശാരി കയ്യിൽ കൊടുത്തില്ല. കാരണം 2016-ൽ ഞങ്ങള് ആദ്യത്തെ LDF ഗവൺമെന്റ് 2016-ലെ ഗവൺമെന്റ് മന്ത്രിസഭാ യോഗം ചേരുകയാണ്. അപ്പൊ എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് പരിശോധിച്ചു. 600 രൂപ കടലാസിലുണ്ട്, 18 മാസം കുടിശ്ശികയാണ്. ഇതാണ് അവസ്ഥ. അപ്പൊ 18 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ ആദ്യം തീരുമാനമെടുത്തു LDF സർക്കാർ. ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്തു. പിന്നെ വർധനവ് തുടങ്ങി. 600-ൽ നിന്ന് 1600-ലേക്ക് എത്തി. 1600 ഇപ്പോ ആളുകളുടെ കയ്യിൽ കിട്ടുന്നു. ഇത് കയ്യിൽ കിട്ടാതിരിക്കാൻ ആവശ്യമായ എല്ലാ കാര്യവും ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് അതിന് തടസ്സം സൃഷ്ടിച്ചു. അത് വിതരണം ചെയ്യാൻ വേണ്ടി രൂപീകരിച്ച കമ്പനി, ആ കമ്പനി എടുക്കുന്ന കടം സംസ്ഥാനത്തിന്റെ വായ്പയായി പരിഗണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വലിയ തോതിലുള്ള തടസ്സങ്ങൾ ഒരു ഭാഗത്ത്. വേറൊരു ഭാഗത്ത് സാമ്പത്തികമായി സംസ്ഥാനത്തെ എങ്ങനെയെല്ലാം ഞെരുക്കാം അതിനുള്ള നടപടികൾ. അതിന് അർഹതപ്പെട്ട വിഹിതം നൽകാതിരിക്കുക, കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ചെലവഴിച്ച പണം പോലും കൃത്യമായി നൽകാതിരിക്കുക, അർഹതപ്പെട്ട വായ്പ എടുക്കാനുള്ള അവകാശം നിഷേധിക്കുക, എല്ലാ തരത്തിലും സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുക. ആ ഘട്ടത്തിലൊക്കെ അതിനോടൊപ്പം നിൽക്കുന്ന പ്രതിപക്ഷത്തെയും UDF-നെയുമാണ് ഇവിടെ കണ്ടത്. BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന കേരള വിരുദ്ധ സമീപനത്തെ എതിർക്കാൻ ഇവർ തയ്യാറായില്ല. ആ ഘട്ടത്തിലെല്ലാം അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയായിരുന്നു. ഇപ്പോ ദുരന്തം പലതും നമുക്ക് നേരിടേണ്ടി വന്നു. ആ ദുരന്തമുഖത്ത് നമ്മെ സഹായിക്കണമായിരുന്നു. ഈ രാജ്യത്ത് പല സംസ്ഥാനങ്ങൾ ദുരന്തം നേരിട്ടിട്ടുണ്ട്. നമ്മളൊഴികെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റ് സഹായം ലഭിച്ചിട്ടുണ്ട്. നമുക്ക് മാത്രം സഹായമില്ല. എന്താണ് നമുക്കുള്ള കുറവ്? എന്തിനാണ് ഇത്ര കടുത്ത കേരള വിരോധം? ഈ കാര്യത്തിൽ ആ തെറ്റായ സമീപനം സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെ ഒരു വാക്കാൽ വിമർശിക്കാൻ പോലും കോൺഗ്രസോ UDF-ഓ തയ്യാറായില്ല എന്നത് നാം ഓർക്കണം. നമുക്ക് സഹായം വേണ്ടതുകൊണ്ട് ചില രാജ്യങ്ങൾ, നമ്മെ അറിയാവുന്നവർ ആ സഹായം നൽകാൻ വേണ്ടി സന്നദ്ധത കാണിച്ചു. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. ഇതേ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അവിടെ ദുരന്തമുണ്ടായപ്പോ അന്ന് വിദേശ സഹായം സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. അന്ന് അതിന് തടസ്സമുണ്ടായിട്ടില്ല.
ഇപ്പോ മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ വിദേശസഹായം സ്വീകരിക്കാമെന്ന് കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുത്തിരിക്കുന്നു. നമ്മളെ മാത്രം മാറ്റി നിർത്തുന്നു. ഈ കേരള വിരുദ്ധ സമീപനം, ആ സമീപനത്തെ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷത്തിന് എതിർക്കാൻ കഴിയാത്തത്? നമ്മുടെ പാവപ്പെട്ടവർക്കുള്ള പെൻഷനെ അത് കൈക്കൂലിയായി പറയാൻ എങ്ങനെയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ വക്താവിന് കഴിയുന്നത് എന്നത് ഒരു തരത്തിലും പിടികിട്ടുന്നില്ല. എത്രമാത്രം തരംതാണ നിലയാണ് എന്ന് നാം ആലോചിക്കണം. എത്ര കടുത്ത പാവപ്പെട്ടവർക്കെതിരായ വികാരമാണ് നിങ്ങൾ ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ അത് വ്യക്തമാക്കുന്നത്. ഈ നാട്ടിലെ ലക്ഷങ്ങൾ, 60 ലക്ഷം പേരാണ് 1600 രൂപ വീതം പെൻഷൻ പറ്റുന്നത്. അവരെ മുഴുവൻ അപമാനിക്കുന്ന നിലയല്ലേ സ്വീകരിച്ചത്? നിങ്ങള് നേരത്തെ മുതൽ സ്വീകരിക്കുന്ന അതേ നിലപാട് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കട്ടപിടിച്ച് നിൽക്കുന്നു. ദരിദ്ര ജനവിഭാഗങ്ങളോടുള്ള കടുത്ത വിരോധം, അതാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. പക്ഷേ LDF സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഇവര് എന്താക്ഷേപിച്ചാലും തടസ്സമില്ലാതെ ആ തുക വിതരണം ചെയ്യാൻ തന്നെയാണ് തയ്യാറാവുക. ഉചിതമായ ഘട്ടത്തിൽ ആവശ്യമായ തീരുമാനങ്ങളും LDF സർക്കാർ എടുക്കും എന്നതും നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന സഹോദരങ്ങള് ഒരു വീട് എന്ന സ്വപ്നം കൊണ്ടു നടന്ന് ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോയവർക്കുണ്ട്. അവർക്കാണ് നമ്മൾ ലൈഫ് മിഷനിലൂടെ വീടുകൾ നിർമ്മിച്ചു നൽകാൻ നടപടികൾ എടുത്തത്. 5 ലക്ഷം വീടുകളായിരുന്നു അന്ന് ടാർഗറ്റ്. ഇപ്പോ 4.5 ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയായി അവിടെ ആളുകൾ താമസിക്കുകയാണ്. ബാക്കി വീടുകളും ഇനിയുള്ള മാസങ്ങളിൽ പൂർത്തിയാകാനാണ് പോകുന്നത്. ഇതൊക്കെ നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകതയാണ്. ഇതിനകത്ത് ചെലവിട്ട സംഖ്യയിൽ 98% നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ കാശാണ് എന്ന് നാം കാണണം. ഇതെല്ലാം നല്ല രീതിയിൽ നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ ജനങ്ങൾ വലിയ തോതിൽ ആഗ്രഹിക്കുന്നതാണ് ഭൂമി, അവർ ജീവിക്കുന്ന സ്ഥലത്തിന്റെ, കൈവശം വെക്കുന്ന സ്ഥലത്തിന്റെ അവകാശം. ചിലർക്ക് പട്ടയമില്ല, ആ പട്ടയം ലഭിക്കാൻ. ഈ കാര്യത്തിൽ മാതൃകാപരമായ ഇടപെടലാണ് കഴിഞ്ഞ 9 വർഷം കൊണ്ട് LDF സർക്കാർ നടത്തിയത്. അതിന്റെ ഭാഗമായി 4 ലക്ഷത്തിലധികം പട്ടയങ്ങൾ ഈ 9 വർഷം കൊണ്ട് നൽകാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ഒരു വർഷം 1 ലക്ഷം പട്ടയം കൂടി നൽകുക എന്ന നിലപാടിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വലിയ മാറ്റം എല്ലാ രംഗത്തും ഉണ്ടാക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ആ മാറ്റത്തിന്റെ കൂടെ നിന്നവരാണ് നിങ്ങൾ. ഇവിടെ നമ്മുടെ 2016 തെരഞ്ഞെടുപ്പിലും 2021 തെരഞ്ഞെടുപ്പിലും ഈ മാറ്റങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എന്ന ഉദ്ദേശത്തോടെയാണ് നിങ്ങൾ LDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചയച്ചത്. അത് നമുക്ക് തുടരേണ്ടതായിട്ടുണ്ട്. ആ നില തുടരുന്നതിനായി ഇവിടെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ള സഖാവ് M സ്വരാജിനെ അരിവാൾ ചിട്ടിക നക്ഷത്ര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ തിരുവനന്തപുരത്തേക്ക് അയക്കുക എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെല്ലാം തുടർന്ന് സംസാരിക്കും. അതിനു മുമ്പ് സ്ഥാനാർത്ഥി ഒരു പര്യടനത്തിന്റെ ഇടയിലാണ് വന്നിട്ടുള്ളത്. സ്വരാജിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ മൂത്തേടത്തിന്റെ ഊടുവഴികളിലടക്കം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി വന്ന് നമ്മുടെ ഈ തെരുവുകളിലാകെ നമ്മോട് സംവദിച്ചിട്ടുള്ള
ബാല്യവും യൗവനവും എല്ലാം പിന്നിട്ടിട്ടാണ് സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ആ സ്വരാജിനെ വിജയിപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്നുള്ള ഈ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സഖാവ് എം സ്വരാജ് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാദരണീയമായ നേതൃത്വം ഇവിടെ ഈ വേദിയിൽ സന്നിഹിതരാണ്. നമ്മുടെ തൊട്ടടുത്ത കരുണായി ഇപ്പോ മുതൽ സ്ഥാനാർത്ഥി പര്യടന പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനിടയിൽ 2 വാക്ക് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകേണ്ടതുകൊണ്ട് പോകുന്നത്. ബഹുമാന്യരായ നേതാക്കന്മാർ എല്ലാവരും ഇവിടെ സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന്റെ സമാദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി ആനുകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങളെ സംബന്ധിച്ചും നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇടതുപക്ഷം വിജയിച്ചു വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമെല്ലാം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഞാൻ ദീർഘമായ ഒരു വോട്ടഭ്യർത്ഥനാ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്കാകെ ഓർമ്മിപ്പിക്കാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. അതാവട്ടെ മുഖ്യമന്ത്രി ഇവിടെ പരാമർശിച്ചിട്ടുള്ളതുമാണ്. എങ്കിലും ഒന്നുകൂടി സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം. ഇന്ന് നമ്മുടെ നാട് വലിയ മാറ്റത്തിന്റെ പാതയിലാണ്. ഒരുപക്ഷെ ലോകത്തിലെ മറ്റു പല ഭൂപ്രദേശങ്ങളെയും അസൂയപ്പെടുത്തും വിധം മഹത്തായ മാറ്റങ്ങളുടെയും മാറ്റങ്ങളുടെ ഭാഗമായി അനുഭവവേദ്യമായ നേട്ടങ്ങളുടെയും നിറവിലാണ് നമ്മുടെ കൊച്ചു കേരളം. രാഷ്ട്രീയമായ കാരണങ്ങളാൽ ഇടതുപക്ഷത്തെ എതിർക്കുന്നവരും ഈ മാറ്റങ്ങളുടെ ഭാഗമായി ഉണ്ടായ നേട്ടങ്ങളെ സ്വീകരിക്കുന്നവരാണ്, അതിനെ അംഗീകരിക്കുന്നവരുമാണ്. ആ മാറ്റങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരു സുവർണകാലം എന്ന വിശേഷണത്തിന് എന്തുകൊണ്ടും അർഹത നേടിയ ഒരു കാലമാണ്. എങ്കിലും ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പ്രകടമായ പല വ്യത്യാസങ്ങളും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നതിൽ ഒന്ന്, പവർ കട്ടില്ലാത്ത സംസ്ഥാനമാണ് നമ്മുടെ കേരളം. UDF ഭരണകാലത്തെ സ്ഥിതി ഒടുവിൽ 1 മണിക്കൂർ പവർ കട്ടും പിന്നെ അപ്രഖ്യാപിത കട്ട് എന്ന പേരിൽ ഗണ്യമായ സമയം വൈദ്യുതി ഇല്ലാത്ത ഒരു നാടായിരുന്നു നമ്മുടെ നാട്. ഇരുളിലാണ്ട് പോയിക്കൊണ്ടിരുന്ന കേരളത്തിൽ അക്കാലത്ത് മെഴുകുതിരിയും മണ്ണെണ്ണ വിളക്കും കാത്തുവെച്ച വീടുകൾ ഇന്നതെല്ലാം പഴയൊരു ഓർമ്മ മാത്രമായി മാറി. എത്ര പെട്ടെന്നാണ് നമ്മുടെ നാട് മാറിയത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, രാഷ്ട്രീയമായ വിയോജിപ്പുള്ളവരും ഇത്തരം മാറ്റങ്ങൾ സ്വീകരിക്കും, അംഗീകരിക്കും. ഇപ്പൊ മൂത്തേടത്ത് UDFന്റെ പ്രവർത്തകർ ഉണ്ടാവും. അവരോടൊന്നും നമുക്ക് വ്യക്തിപരമായ ഒരു വിദ്വേഷവുമില്ല. എല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്.
അവർക്ക് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ വീക്ഷണമുണ്ട് എന്നേ ഉള്ളൂ. ഞാനിവിടെ ഇത് സൂചിപ്പിക്കാൻ കാരണം, പക്ഷെ അവരും നാട്ടിലുണ്ടായ ഇത്തരം നല്ല മാറ്റങ്ങളെ അംഗീകരിക്കുന്നവരാണ്, അല്ലെങ്കിൽ സ്വീകരിക്കുന്നവരാണ്. മൂത്തേടത്തുള്ള ഒരു UDF പ്രവർത്തകൻ UDF ആയി എന്ന കാരണം കൊണ്ട് UDFന്റെ ഭരണകാലത്തേതുപോലെ പവർ കട്ട് തിരികെ വരണം എന്നാഗ്രഹിക്കുമോ എന്നതാണ് ചോദ്യം. അതിനൊരു സാധ്യതയുമില്ല. പവർ കട്ട് തിരികെ വരണമെന്നൊരാളും ആഗ്രഹിക്കില്ല. എല്ലാ സ്കൂളുകളും സ്മാർട്ടായി, എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് മുറികളായി മാറി. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകം കുട്ടികളുടെ കൈകളിലെത്തി. മുൻപെന്തായിരുന്നു സ്ഥിതി? സ്കൂൾ തുറക്കുന്നത് പോയിട്ട് പരീക്ഷക്കാലത്ത് പോലും പാഠപുസ്തകം എത്താത്തതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ രംഗം പ്രക്ഷുബ്ധമായി മാറിയത്. അന്നതിന് മന്ത്രി പറഞ്ഞ ന്യായങ്ങൾ പരിഹാസ്യമായി മാറിയത് നമ്മുടെ മുൻപിലുണ്ട്. ഇന്ന് സ്കൂൾ തുറക്കുന്നതിന് മുൻപേ പാഠപുസ്തകം അച്ചടിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയും വിധം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല മാറി. ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നുവോ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന്? 60 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷന്റെ ആനുകൂല്യം കൊടുക്കുന്നതിനെ കുറിച്ച് ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞു. സ്വന്തമായി വീടൊരു സ്വപ്നമായി കരുതിയിരുന്ന 5 ലക്ഷം പേർക്കാണ് ആ സ്വപ്നം സഫലമായി മാറുന്നത് ലൈഫിലൂടെ. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മറ്റൊന്നാക്കി തീർത്തിരിക്കുകയാണ്. ഇതെല്ലാം തുടരേണ്ടതാണെന്നും പാതി വഴിയിൽ വീണുപോകരുതെന്നും നാട് ആഗ്രഹിക്കുന്നുണ്ട്. അത് തുടരണമെങ്കിൽ ഇടതുപക്ഷം കൂടുതൽ കരുത്താർജിക്കണം. ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കുമ്പോൾ ഈ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന മുന്നേറ്റങ്ങളും എല്ലാം കൂടുതൽ കരുത്തോടെ തുടരാൻ ആവശ്യമായ ഒരു രാഷ്ട്രീയ ഊർജം LDFന് ലഭിക്കും എന്നത് തീർച്ചയാണ്. അത് കേരളത്തെ കൂടുതൽ മെച്ചപ്പെട്ടൊരു കേരളമാക്കി മാറ്റും. ഒപ്പം നിലമ്പൂരിന്റെ വികസന സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുന്നതിന് തുടക്കം കുറിക്കും. വലിയ ബൃഹത് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള സമയം ഇനിയില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്. അത് സത്യമാണ്. പക്ഷെ നമുക്ക് ചില പുതിയ തുടക്കങ്ങൾ ഇവിടെ കുറിക്കാനാവും. ഏതൊരു വികസന മുന്നേറ്റവും ആരംഭിക്കുന്നത് അത്തരത്തിലുള്ള തുടക്കങ്ങളിൽ നിന്നാണ്. നിലമ്പൂരിന് അനുയോജ്യമായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും അതിന് അംഗീകാരം നേടിയെടുക്കുന്നതിനുള്ള പ്രാരംഭ നടപടികളിലേക്ക് കടക്കാനും കഴിഞ്ഞാൽ പോലും അതൊരു വലിയ നേട്ടമായിരിക്കും. ആ അടിത്തറയിൽ നിന്നും പുതിയ ഒരു നിലമ്പൂരിനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാനാവും. അങ്ങനെ ഒരു അടിത്തറ ഇപ്പോൾ തുടക്കം കുറിച്ചാൽ, ഒരു അസ്ഥിവാരമിട്ടാൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 3ാം LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആ നിലമ്പൂരിനെ നമുക്ക് വികസനത്തിന്റെ വ്യോമപഥത്തിലേക്ക് നയിക്കാനാവും എന്നതാണ് പ്രത്യേകത. അതുകൊണ്ട് കൂടുതൽ മറ്റൊരു കാര്യങ്ങളിലേക്കും ഞാൻ കടന്നു പോകുന്നില്ല. കൂടുതൽ നല്ലൊരു കേരളം, നവകേരളം യാഥാർത്ഥ്യമാക്കാൻ, വികസനോന്മുഖമായ ഒരു നിലമ്പൂർ സൃഷ്ടിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവരെല്ലാം ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്താൻ നിങ്ങളുടെ ചുറ്റുമുള്ള സുഹൃത്തുക്കളോടും അയൽപക്കക്കാരോടുമെല്ലാം അഭ്യർത്ഥിച്ച് LDFനെ വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഊർജ്ജസ്വലമായി ഇനിയുള്ള ദിവസങ്ങളിൽ പങ്കാളികളാകണം എന്ന അഭ്യർത്ഥന മാത്രമാണ് എനിക്കുള്ളത്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമുക്ക് നമ്മുടെ നാടിന്റെ നാളെയെ ഭദ്രമാക്കാനുള്ള ഈ മഹത്തായ ജനകീയ പോരാട്ടത്തിൽ അണിനിരക്കാം. നാടിന്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം, അതാണ് എല്ലാ തിരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്യേണ്ടത്. നിർഭാഗ്യവശാൽ എതിർഭാഗത്തുള്ളവർ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ജനകീയ വിഷയങ്ങളെ അപ്രസക്തമാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ആ വിവാദങ്ങളിലൊന്നും പങ്കാളികളാകാതെ ഏത് കടുത്ത പ്രകോപനമുണ്ടായാലും നാടിനും ജനങ്ങൾക്കും നേട്ടമുള്ള വികസന കാര്യങ്ങളും ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങളും അത് സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളും തന്നെ ഉയർത്തിപ്പിടിച്ചും ചർച്ച ചെയ്തും ഇടതുപക്ഷം മുൻപോട്ടു പോകും. അങ്ങനെയാണ് ജനാധിപത്യത്തെയും രാഷ്ട്രീയത്തെയും കൂടുതൽ മൂല്യവത്താക്കി മാറ്റാൻ നമുക്കാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. സാധാരണ സ്ഥാനാർത്ഥിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാറ്. പക്ഷേ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവരുടെ ആവേശത്തിന്റെ മുന്നിൽ ഞാൻ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി മാത്രം മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എല്ലാവരും ചേർന്നാണ് മത്സരിക്കുന്നത് എന്ന് നിങ്ങൾ കണക്കാക്കണം. നമ്മൾ ഒരുമിച്ച് മത്സരിക്കുകയും നാടിനു വേണ്ടി പൊരുതി
നമ്മൾ ഒരുമിച്ച് ജയിക്കുകയും ചെയ്യുന്ന തിരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ മാറ്റണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ചുറ്റികരിവാൾ നക്ഷത്രമടയാളത്തിൽ എല്ലാവരുടെയും വോട്ടുകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമായി, നിങ്ങളുടേതല്ല നമ്മുടെ പ്രവർത്തനം ഊർജ്ജസ്വലമായി തുടർ ദിവസങ്ങളിൽ കൈകോർത്ത് നമുക്ക് മുന്നേറാം, പുതിയൊരു ചരിത്രം രചിക്കാം എന്നാശിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ. ഞാൻ നമ്മുടെ പര്യടനം തുടരുകയാണ്. അപ്പോൾ ഞാൻ അടുത്ത പഞ്ചായത്തിലേക്ക്